ചൂടുള്ള ആഹാരം മാത്രം കഴിക്കുമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫിസിക്സാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഒരു 2 മിനിറ്റിൽ തിളച്ചിരിക്കുന്ന വസ്തു തണുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ എത്ര സമയത്തിനകത്ത് അത് കഴിച്ചിരിക്കണം? സോ ദാറ്റ് യു ക്യാൻ കൺസ്യൂം ഇറ്റ് ആസ് ഹോട്ട്. അത് പറയുന്ന ഫിസിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ട ഒരു ഐഡിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ടൈം ടേക്കൺ. അപ്പം ഈ ഒരു റേഷ്യോ അത് മസ്റ്റ് ബി ഈക്വൽ ടു -K T-TS. ഈ ടി എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചറാണ്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. മൈനസ് സൈൻ കാണിക്കുന്നത് ആ ഒബ്ജക്റ്റ് തണുക്കുകയാണ്. TS എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് എഴുതാം. dt ഈക്വൽസ് -KT-TS. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് ഒരു നെഗറ്റീവ് സൈനും ഉണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി എ ഡീക്കേയിങ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു, ഒരു എക്സ്പോണൻഷ്യൽ ഫാക്ടറുള്ള ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ നമ്മൾ ടെമ്പറേച്ചർ വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോഴേക്കും നമുക്കൊരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുകയാണ്. ഈ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും ടൈം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ അറ്റൈൻ ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നിങ്ങളിൽ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഈ ഹോട്ട് ചോക്ലേറ്റ് തണുത്തുകൊണ്ടിരിക്കുകയാണ്. തണുത്ത് അത് ഒരിക്കലും 0 ഡിഗ്രിയിൽ എത്തില്ല. അത് മാക്സിമം കുറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റ് ഹോട്ടായിട്ട് തന്നെ കൺസ്യൂം ചെയ്യണമെങ്കിൽ 2 മിനിറ്റിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്തുന്ന ഈ ഹോട്ട് ചോക്ലേറ്റ് നമ്മളൊരു 30 സെക്കൻഡിനകത്തെങ്കിലും ഒന്ന് കൺസ്യൂം ചെയ്താലേ പറ്റും. ഈ 30 സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ 10 സെക്കൻഡിലും ഇത് പകുതിയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സിൻ്റെ അകത്തെങ്കിലും ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് കൺസ്യൂം ചെയ്യാൻ നോക്കുക.